ഹായ് ഓൾ, ഫോർ ഓളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അവസാന എക്സാം നടന്നത് 2014 അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹാഫ് വേവ് റെക്ടിഫൈഡ് സിനുസോയിഡൽ വേവ് ഫോം ഹാസ് പീക്ക് വോൾട്ടേജ് ഓഫ് 10 വോൾട്ട്. ഇറ്റ്സ് ആവറേജ് വാല്യൂ ഓഫ് ദ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ഈസ്. അപ്പം ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി ആവറേജ് ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ പൈ. വി എം എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 വോൾട്ട്. സോ 10 വോൾട്ട് ഡിവൈഡഡ് ബൈ പൈ ആണ് ആൻസർ. Second question, Barkhausen criteria for oscillation is applicable to options: sinusoidal oscillators, unstable multivibrators, relaxation oscillators, all oscillators. അതിന് വേണ്ടിയിട്ട് ബാർക്കോഷ്യൻ ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാർക്കോഷ്യൻ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 2 കണ്ടീഷനാണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ആംഗിൾ ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 2π ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ 2 കണ്ടീഷനും ഒരു സർക്യൂട്ടിൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിനുസോയിഡൽ ഓസിലേഷൻ ആയിരിക്കും. അപ്പം ബാർക്കോഷ്യൻ ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ആണ്. മൾട്ടി വൈബ്രേറ്റേഴ്സിലും റിലാക്സേഷൻ ഓസിലേറ്റേഴ്സിലും ഒന്നും ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. സോ നമ്മുടെ ആൻസർ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്. Third one, RC coupled amplifier is used as option A power amplifier, B current amplifier, C buffer amplifier, D voltage amplifier. ബേസിക്കലി ഒരു RC coupled amplifier ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വോൾട്ടേജ് ആംപ്ലിഫയർ. Fourth question, the phase shift introduced by the Wien-Bridge in a Wien-Bridge oscillator at the frequency of oscillation is 180 ഡിഗ്രി, 360 ഡിഗ്രി, 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വീൻബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഇതാണ് വീൻബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ഇതിൽ വീൻബ്രിഡ്ജ് നെറ്റ്വർക്ക് നമ്മൾ ഫീഡ്ബാക്ക് പാത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫീഡ്ബാക്ക് പാത്തിലുള്ള വീൻബ്രിഡ്ജ് നെറ്റ്വർക്കിൽ ഒരു ആമിൽ ഒരു ആറും സിയും സീരീസ് ആയിട്ടും മറ്റേ ആമിൽ ആറും സിയും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു RC നെറ്റ്വർക്ക് ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ കേസ് ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് ആമിലുണ്ടാകുന്ന ഫേസ് ഷിഫ്റ്റിനെ ഈ പാരലൽ ആമിലുള്ള ഫേസ് ഷിഫ്റ്റും തമ്മിൽ ക്യാൻസലായി പോകുന്നത് കൊണ്ട് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിനകത്ത് ബാർക്കോഷ്യൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 2 ട്രാൻസിസ്റ്റേഴ്സ് ആണ്. Q1 എന്ന് പറയുന്നതും Q2 എന്ന് പറയുന്നതും 2 കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 ട്രാൻസിസ്റ്റേഴ്സും കൂടി 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു ബാർക്കോഷ്യൻ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എത്രയാണെന്നാണ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. എൻ്റെ റീസൺ, ഒരു സീരീസ് നെറ്റ്വർക്ക് ഉണ്ട്, ഒരു പാരലൽ നെറ്റ്വർക്ക് ഉണ്ട്. ആ സീരീസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റിനെ ഈ പാരലൽ നെറ്റ്വർക്ക് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, സോ റിസൾട്ടൻറ്റ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി 0 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഓഫേഴ്സ് ഹയസ്റ്റ് ഇൻപുട്ട് ഇംപിഡൻസ്? ട്രാൻസിസ്റ്ററിന് എത്ര കോൺഫിഗറേഷൻസ് ആണുള്ളത്? 3. ഏതൊക്കെയാണ്? കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. അതിലെ കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വെരി ലോ ആയിരിക്കും. ദെൻ കോമൺ കളക്ടറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. ദെൻ കോമൺ എമിറ്ററിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഒരു മീഡിയം വാല്യൂ ആയിരിക്കും.
ദെൻ നമുക്കൊരു ഓപ്ഷനും കൂടിയുണ്ട്, കാസ്കേഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഈ കാസ്കേഡ് കോൺഫിഗറേഷൻ ചിലപ്പോൾ കോമൺ എമിറ്റർ ആകാം, കോമൺ കളക്ടർ ആകാം, കോമൺ ബേസ് ആകാം. അത് സ്പെസിഫൈ ചെയ്ത് നമുക്ക് തന്നിട്ടില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു.